Hello guys, Assalamu alaikum. Welcome back to my channel. This is Chef Larodin here. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു ലൈം ട്രീ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കലക്കാൻ യൂസ് ചെയ്യുന്ന നമ്മൾ സാധാ ലൈം ഉണ്ടല്ലോ, ലൈം എടുത്തിട്ടാണ് നമ്മൾ വെള്ളം കലക്കാറ്. അതുപോലെ തന്നെ ലെമണും ഉണ്ട്, ലൈമും ഉണ്ട്. ഇത് ലൈമാണ്, ലെമണിൻ്റെ ട്രീ വേറെ തന്നെ ഉണ്ട്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ലൈംസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ സീസണിലാണ് ഇത് നന്നായിട്ട് ഉണ്ടാവുക. ചില സമയത്ത് നമുക്ക് കുറച്ചേ കിട്ടാറുള്ളൂ, ബട്ട് ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എനിക്ക് സൂം ഔട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കുറച്ചേ കാണുന്നുള്ളൂ, എന്നാലും ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ എത്രത്തോളം ലൈംസ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ പുറത്തുനിന്നൊന്നും അടുത്തായിട്ട് ലൈം മേടിച്ചിട്ടില്ല, കാരണം നമ്മളെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മരത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെയാണ്, കുരു കുഴിച്ചിട്ടാണോ, കൊമ്പ് വെച്ചതാണോ, തൈയാണോ എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൈം ട്രീയുടെ പിന്നിലൊരു ചെറിയ സ്റ്റോറി ഉണ്ട്. എല്ലാം ഈ മരം ഇങ്ങനെ ആയെടുക്കാനുള്ള ഒരു കാരണം എൻ്റെ ഉപ്പച്ചാണ് കേട്ടോ. അപ്പോൾ ഉപ്പാടെ ഒരുപാട് കഷ്ടപ്പാടാണ് ഈ ലൈം ഇത്രത്തോളം ആയിട്ടുള്ളത്. ഒരിക്കൽ ഉപ്പ അതുപോലെ ഒരു സ്റ്റോറിയാണ്, അത് ഞാൻ ചെറുതാക്കി പറയാം. ഉപ്പ അതുപോലെ ഒരു പുറത്തൊരുക്കെ പോയപ്പോൾ, അതായത് ട്രിവാൻഡ്രത്ത് പോയ സമയത്തായിരുന്നു. ട്രിവാൻഡ്രത്ത് പോയപ്പോൾ അവിടുന്ന് ഒരു ലൈം കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൽ നിന്ന് ലൈം ഉണ്ടാക്കുന്ന ആളെടുത്ത് നിന്ന് കണ്ട അയാളുടെ കയ്യിലിരിക്കുന്ന ലൈമിൻ്റെ വലിപ്പം കണ്ടിട്ട് ഇപ്പോൾ അതിൻ്റെ കുരു തരുമോ എന്ന് ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു തൈ ഇപ്പോൾ ഇത്രയും വലുതാക്കി ഇങ്ങനെ ആക്കിയെടുത്തതാണ്. ഒരു 10-20 വർഷത്തിൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ ഈ മരം ഇവിടെ നമ്മളെ വീട്ടിൽ. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടാണ് അതിങ്ങനെ കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പുറത്തുനിന്നൊന്നും ലൈം മേടിക്കാറില്ല, നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ വേണ്ടപ്പോൾ പോയി പൊട്ടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നാരങ്ങയുടെ വലിപ്പം തന്നെയാണ്. നല്ല വലിയ സൈസായിട്ടുള്ള ഒരു ലൈമാണ് കേട്ടോ ഇത്. ഞാനതിലൊരു ചെറുതൊരെണ്ണം ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് അത്ര പാകമായിട്ടില്ല, ചിലതൊക്കെ പഴുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു പഴുപ്പായിട്ടുള്ളത് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ നീര് കിട്ടും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ്. ഈ നാരങ്ങയുടെ അത്രത്തോളം ആ ഒരു വലിപ്പത്തിലുള്ള നാരങ്ങ നമുക്ക് അത്യാവശ്യം നീര് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ്, എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ, ഞാനിത് ഉണ്ടായ സമയത്ത് എടുത്ത് വെച്ചതാണ്. അതിനുശേഷം ഇനി നമ്മളിത് പറിക്കുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം പഴുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ. ആ ഭാഗം ഞാൻ സൂം ചെയ്യുമ്പോൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് പ്ലക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ളതാണെന്ന്. അപ്പോൾ ഞാനിത് പറിക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒരു മരത്തിമെന്ന് ഒരെണ്ണം പൊട്ടിച്ച് കൊണ്ടിട്ട് ഞാൻ ലൈം ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന നീര് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ചെറിയ ലെമണാണ് കേട്ടോ പഴുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചില സമയത്ത് ഇങ്ങനത്തതും കിട്ടാറുണ്ട്, നല്ല വലുതും കിട്ടാറുണ്ട്. നമുക്ക് റെയറായിട്ടാണ് ചെറുത് കിട്ടാറ്, എപ്പോഴും വലിപ്പമുള്ളതാണ് കേട്ടോ കിട്ടൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് വരുന്ന നീര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനതുകൊണ്ട് ജസ്റ്റ് എനിക്ക് കുടിക്കാൻ വേണ്ടി ഒരു ലൈം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പാർട്ട് 2 ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ ഫ്രം ഷെഫ് ലാരോഡിൻ.